ഹലോ ഹായ് വെൽക്കം ബാക്ക്. പ്ലസ് വൺ ഇംഗ്ലീഷിലെ ഒന്നല്ല രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയം, അതുപോലെ തന്നെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന എച്ച് ജി ലോങ് വെൽസിന്റെ ഒരു പോയം. ഈ രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ രണ്ട് പോയിന്റ്സിന്റെയും ദി മോസ്റ്റ് സിംപ്ലസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് എക്സ്പ്ലനേഷൻ ഓർ സമ്മറി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും മുഴുവനായിട്ടും കാണുക. ഡെത്ത് ദ ലെവലർ ജെയിംസ് ഷേർലി എഴുതിയിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഒരു പോയമാണ് ഡെത്ത് ദ ലെവലർ. അറ്റ് ദ സെയിം ടൈംസ് ഇറ്റ് പ്രസന്റ്സ് എ പവർഫുൾ തീം ഓഫ് ഡെത്ത്. മരണം എങ്ങനെയാണ് എല്ലാവരെയും ഈക്വലൈസ് ചെയ്യുന്നത്, തുല്യരായി കാണുന്നത്, ഇങ്ങനെയുള്ള തീമുകളെ കുറിച്ച് സംസാരിക്കുന്ന വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഒരു പോയമാണ് ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ. വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. ഈ ഒരു ചാപ്റ്ററിന്റെ, ഈ ഒരു പോയത്തിന്റെ ദി മോസ്റ്റ് സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ ഓർ സമ്മറിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പവർ ആൻഡ് ഗ്ലോറി ആർ ഷോർട്ട് ലിവ്ഡ്. പവർ അല്ലെങ്കിൽ അധികാരം, ശക്തി അല്ലെങ്കിൽ ഗ്ലോറി, മഹത്വം എന്ന് പറയുന്നത് എന്താ? ഷോർട്ട് ലിവ്ഡ് ആണ്. അതിന് നിലനിൽപ്പൊന്നുമില്ല, അത് കാലാകാലം നിലനിൽക്കുന്ന ഒന്നുമല്ല എന്ന് പറയുന്നു. The poem says that things like wealth, royal titles and power are not permanent. മൂന്ന് കാര്യങ്ങൾ. ഒന്ന് വെൽത്ത്, നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത്, റോയൽ ടൈറ്റിൽസ്, നിങ്ങളുടെ അധികാര പദവികൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ പവർ, ഈ മൂന്ന് കാര്യങ്ങളും പെർമനന്റ് അല്ല, അത് ശാശ്വതമല്ല എന്ന് പറയുന്നു. They are just temporary like shadows. നിഴലുകൾ പോലെ, അത് ശാശ്വതമല്ലാത്ത, നിലനിൽപ്പില്ലാത്ത ഒന്നാണ് എന്ന് പറയുന്നു. ആൻഡ് ഇവഞ്ച്വലി ഇറ്റ് വിൽ ഡിസപ്പിയർ. അത് കാലക്രമേണ എന്താവും? ഡിസപ്പിയർ ആയി പോകും. രണ്ടാമതായിട്ട് ഇതിൽ പറയുന്നു ഡെത്ത് ഈസ് ഇന്നവിറ്റബിൾ ഫോർ ഓൾ. ഇന്നവിറ്റബിൾ അല്ലെ, ഒഴിച്ചുകൂടാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് മരണം എന്ന് പറയുന്നത്. നോ മാറ്റർ ഹൗ റിച്ച്, പവർഫുൾ ഓർ ഇമ്പോർട്ടന്റ് എ പേഴ്സൺ ഈസ്, ഡെത്ത് വിൽ കം ഫോർ എവ്രി വൺ. നിങ്ങൾ അംബാനി ആയിക്കോട്ടെ, നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ ലോകം മൊത്തം ഭരിക്കുന്ന ഒരു റൂളർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഡെത്ത് വിൽ കം ഫോർ എവ്രി വൺ. ഈവൻ കിങ്സ് ആൻഡ് റൂളേഴ്സ് കനോട്ട് അവോയ്ഡ് ഇറ്റ്. നിങ്ങളൊരു റൂളർ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളൊരു രാജാവാണെന്നുണ്ടെങ്കിലും, യു കനോട്ട് അവോയ്ഡ് ഇറ്റ്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു ഗ്ലോറി ആൻഡ് പവറിനൊന്നും ഇതിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു സ്ട്രെങ്ത് ആൻഡ് വാർ. നിങ്ങളുടെ ശക്തിക്കോ നിങ്ങൾക്ക് യുദ്ധം ചെയ്തിട്ടോ നിങ്ങൾക്ക് മരണത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. The poem mentions that warriors may fight bravely and win battles, but even their strength will eventually give way to death. ഇവിടെ വാറിയേഴ്സിനെ കുറിച്ച്, പടയാളികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ യുദ്ധം വെട്ടിപ്പിടിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഒരുപാട് ബാറ്റിലുകൾ വിജയിച്ച്, ഒരുപാട് ബ്രേവ്ലി എന്ന് വെച്ചാൽ വളരെ ധൈര്യത്തോടെ അവർ ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചേക്കാം. പക്ഷെ കാലക്രമേണ ഇവഞ്ച്വലി അവരുടെ സ്ട്രെങ്ത്തും എന്താവും? ക്ഷയിച്ചു പോവും. മരണത്തിന് മുന്നിൽ അത് തോറ്റു കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു. ബോസ്റ്റിംഗ് ഡസൻ മാറ്റർ എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ബോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? പൊങ്ങച്ചം പറയുന്നതിനാണ് നമ്മൾ ബോസ്റ്റ് എന്ന് പറയാം. ഇറ്റ് അഡ്വൈസസ് അഗെയിൻസ്റ്റ് ബ്രാഗിങ് അബൌട്ട് അച്ചീവ്മെന്റ് ഓർ പാസ്റ്റ് ഗ്ലോറി because once a person dies, those things don't matter anymore. നിങ്ങൾ ബ്രാഗ് ചെയ്യാന്ന് വെച്ചാലും പൊങ്ങച്ചം പറയുന്നതിനാണ് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ അച്ചീവ്മെന്റ്സോ, നമ്മുടെ പാസ്റ്റ് ഗ്ലോറി എന്ന് വെച്ചാൽ മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന മഹത്വത്തിനെ കുറിച്ചോ ഇങ്ങനെ വീമ്പളക്കിട്ടോ അതിനെക്കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞിട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ബിക്കോസ് വൺസ് എ പേഴ്സൺ ഡൈസ്, ദോസ് തിങ്സ് ഡോണ്ട് മാറ്റർ എനിമോർ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല എന്നാ പറയുന്നത്. പിന്നെ എന്തിനാ വാല്യൂ ഉള്ളത് എന്ന് അവിടെ പറയുന്ന അവസാനത്തെ പോയിന്റ്, only the good deeds are remembered. നിങ്ങൾ ചെയ്ത നല്ല ചെയ്തികൾ അല്ലെങ്കിൽ നല്ല ആക്ഷൻസ് അത് മാത്രമേ ഓർക്കപ്പെടുകയുള്ളൂ, അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാ പറയുന്നത്. ഇൻ ദി എൻഡ് ഓൺലി ദ ഗുഡ് ആക്ഷൻസ് ഓഫ് റൈറ്റിയസ് പീപ്പിൾ എന്ന് വെച്ചാൽ എന്താ? നീതിമാന്മാരായ ആളുകളെയാണ്, അല്ലെങ്കിൽ നീതിവാനായ ആളുകളെയാണ് റൈറ്റിയസ് പീപ്പിൾ എന്ന് പറയുന്നത്. അവർ ചെയ്ത ഗുഡ് ആക്ഷൻസ് അത് മാത്രമേ ലിവ് ഓൺ ചെയ്യുള്ളൂ, അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. The poem suggests that when a person dies, their kindness or justice is remembered, unlike the temporary glory of others. ഈ പറഞ്ഞിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരും കിങ്സും എല്ലാത്തരം ആളുകളും മരണത്തിന് മുന്നിൽ കീഴടങ്ങും, വാറിയേഴ്സ് കീഴടങ്ങും, ഇങ്ങനെയുള്ള എല്ലാത്തരം ശക്തികളുള്ള ആളുകൾ കീഴടങ്ങും. പക്ഷേ ഓൺലി ദ ഗുഡ് ഡീഡ്സ് ഓഫ് റൈറ്റിയസ് പീപ്പിൾ, നല്ല ചെയ്തികൾ, നല്ലവരായ നീതിമാന്മാരായ ആളുകൾ ചെയ്ത, അവർ കൈൻഡ് ആയിട്ട് ചെയ്ത, അവർ ജസ്റ്റ് ആയിട്ട് ചെയ്ത, ജസ്റ്റ് അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താ? നീതി. അവർ നീതിയോടെ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഓർക്കപ്പെടുകയുള്ളൂ. മരണത്തിന് മുന്നിൽ അല്ലെങ്കിൽ മരണത്തിന് ശേഷം നിങ്ങളെ എന്താ പറയാ, ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമേ ഓർക്കപ്പെടുകയുള്ളൂ, അത് മാത്രമേ വിലയിരുത്തപ്പെടുകയുള്ളൂ. അൺലൈക്ക് ടെമ്പററി ഗ്ലോറി ഓഫ് അതേഴ്സ്,
ഒരു നിലനിൽപ്പില്ലാത്ത വെറുതെ ആളുകൾ പൊങ്ങച്ചം പറയുന്ന വീമ്പിളക്കുന്ന ഈ ടെമ്പററി ആയിട്ടുള്ള ഗ്ലോറി അത് നിലനിൽക്കില്ല എന്ന് പറയുന്നത് ആകെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഈ അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ വരികളിൽ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ഒരു പോയം വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ നോക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിലുള്ള പോയറ്റിക് ഡിവൈസുകളാണ്. ഒന്ന്, ഇതിലൊരു മെറ്റഫർ വരുന്നുണ്ട്. അതായത് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഗ്ലോറി, ബ്ലഡിന്റെയും സ്റ്റേറ്റിന്റെയും ഗ്ലോറി, അതിന്റെ മഹത്വത്തിനെ ഷാഡോസ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ലൈക്കോ ആസോ യൂസ് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ മെറ്റഫർ. പിന്നെ ഡെത്ത് ലേസ് ഇസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഡെത്തിന് ഇവിടെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് പെർസോണിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈത്ത് ആൻഡ് സ്പേഡ് സ്മെൽ സ്വീറ്റ്, എസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കൺസൺ സൗണ്ട്സ് ആണ്, അലിട്രേഷൻ ആണിത്. ഓക്കെ. ഇനി ഫെയ്റ്റ്, ലേറ്റ്, ഫീൽഡ്, yീൽഡ്, ബ്രെത്ത്, ഡെത്ത് എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് ഒരുപാട് റൈമിംഗ് വേർഡ്സ് കാണാൻ പറ്റും. റൈമിംഗ് വേർഡ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഒരുപാട് ഇമേജറികളുണ്ട്. വൺ ഓഫ് ദി എക്സാമ്പിൾ ഇസ് ഡെത്ത്സ് പേർപ്പിൾ അൾത്താർ. മരണത്തിന്റെ ഈ ഒരു പേർപ്പിൾ നിറത്തിലുള്ള അൾത്താരക്കൂട് എന്ന് പറയുന്നിടത്ത് നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ വിഷ്വൽ ഇമേജറി. പിന്നെ ഹൈപ്പർബെല എന്ന് വെച്ചാൽ എന്താ? ഹൈപ്പർബെല എന്ന് വെച്ചാൽ എക്സാജറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈപ്പർബെല എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യത്തിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ ഹൈപ്പർബെല എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഗാർലൻസ് വിതർ ഓൺ യുവർ ബ്രോ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഗാർലൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ നേടിക്കൂട്ടിയ സമ്മാനങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ തലയിൽ വെക്കുന്ന പുഷ്പഹാരങ്ങളാണ്. ആക്ച്വലി പൂക്കൾ കൊണ്ടുള്ള ഓർണമെന്റ്സ് ആണ് ആക്ച്വലി അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ നേടിക്കൂട്ടിയുള്ള പദവികളൊക്കെയാണ്. അത് നമ്മുടെ നെറ്റിത്തടങ്ങളിൽ വിതർ ഓൺ യുവർ ബ്രോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെക്കുന്ന പഴയ പണ്ടത്തെ ആൻഷ്യന്റ് കഥകളൊക്കെ പറയുന്ന സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരിവിടെ ഇങ്ങനെ ഒരു കിരീടം പോലെ ഒരു സാധനം വെക്കും പൂക്കൾ കൊണ്ടിട്ട്. അത് ആക്ച്വലി നമ്മൾ നേടുന്ന ഒരു ബഹുമതിയാണ്. ആ ബഹുമതികളൊക്കെ നമ്മുടെ നെറ്റിത്തടങ്ങളിൽ. ബ്രോ എന്ന് പറയുന്നിടത്ത് എന്താ? ബ്രോ എന്ന് പറയുന്നത് നെറ്റിത്തടങ്ങളാണ്. ആ നെറ്റിത്തടങ്ങളിൽ വിതറിയും, അല്ലെങ്കിൽ അത് ഡീക്കേ ചെയ്യും അല്ലെ, അത് പൊഴിഞ്ഞു പോവും, അത് നിഷ്ഫലമായിട്ട് പോവും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ വാല്യൂ അതൊന്നും എന്താ പറയാ എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഇതിൽ അല്യൂഷൻ അത്ര ഇമ്പോർട്ടൻ്റ്. അല്യൂഷൻ ആക്ച്വലി ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ലിറ്റററി റെഫറൻസ് ആണ് പറയുന്നത്. ഹിസ്റ്ററിയിൽ നിന്ന് എന്തെങ്കിലും ഒരു റെഫറൻസ് പറയുന്നതാണ്. ഇവിടെ പേർപ്പിൾ അൾത്താർ എന്ന് പറയുന്നിടത്ത് മരണത്തിനെ അല്ലെങ്കിൽ സാക്രിഫൈസിനൊക്കെയാണ് കാണിക്കുന്നത്. അല്യൂഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനോ പഠിക്കാനോ ഇല്ല. പക്ഷെ അല്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. സിംബോളിസം ഇവിടെ പറയുന്നുണ്ട്. സൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇല്ലേ ഇവിടെ പുവർ പീപ്പിളിനാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരാണ് കാണിക്കുന്നത്. കോമൺ പീപ്പിൾ എന്ന് നമുക്ക് പറയാം. കോമൺ പീപ്പിൾ ഇതല്ല കേട്ടോ, ഈ ഡെത്ത് ആൻഡ് ലേബർ അല്ല, കോമൺ പീപ്പിളിനാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗാർലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി വിക്ടറിയാണ് കാണിക്കുന്നത്, ഓണർ, അല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയാ ഒരാളുടെ പ്രൈഡിനൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു പോയത്തിൽ നിന്ന് പഠിക്കാനുള്ള പോയറ്റിക് ഡിവൈസുകൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയമാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇത്രയും ഈ ഒരു 1, 2, 3, 4, 5 പോയിന്റുകൾ നമ്മൾ ഇതൊരു കംപ്ലീറ്റ് പോയത്തിനെ വളരെ സിമ്പിൾ ആയിട്ട് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോയിന്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ വരുന്ന എല്ലാ തരം ക്വസ്റ്റ്യൻസിനെയും ആൻസർ ചെയ്യാം. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന Q&A ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോയത്തിലുള്ള ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ എന്താണ് ഈ കവിതയിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നിങ്ങൾ പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട. ആകെ ഈ കവിത ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ വായിച്ചു നോക്കുക. പോയറ്റിക് ഡിവൈസുകൾ നമ്മളിവിടെ സെപ്പറേറ്റ്ലി മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് ലൈൻസിൽ പോയിട്ട് മാർക്ക് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു പോയത്തിൽ പഠിക്കാനുള്ളത്. സൺറൈസ് ഓൺ ദ ഹിൽസ്, എജി ലോങ്ഫെല്ലോ എഴുതിയിട്ടുള്ള ഈ ഒരു പോയമാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം പഠിച്ചിട്ടുണ്ടായിരുന്നു വില്യം വേർഡ്സ്വർത്തിന്റെ 10ാം ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഹിയർ ഓൾസോ ഹി ടോക്സ് അബൌട്ട് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് ദ നേച്ചർ ഓർ ദ ബ്യൂട്ടി ആൻഡ് വണ്ടർ ഓഫ് ദ നേച്ചർ. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന, പ്രകൃതിയെക്കുറിച്ച് പ്രൈസ് ചെയ്യുന്ന ഒരു പോയമാണ് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ എജി ലോങ്ഫെല്ലോ എഴുതിയിട്ടുള്ള ഈ ഒരു പോയം. സോ ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്പീക്കർ ഹി ഡിസ്ക്രൈബ്സ്
സ്റ്റാൻഡിങ് ഓൺ എ ഹിൽ ഡ്യൂറിങ് സൺറൈസ്. സൺറൈസ് കാണാൻ പോയതായിരുന്നു നമ്മുടെ സ്പീക്കർ. ഒരു കുന്നിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു സൺറൈസ് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഹി ഒബ്സർവ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ ബ്യൂട്ടി ആൻഡ് വണ്ടർ ഓഫ് നേച്ചർ. ഇതാണ് സിംപ്ലി പറഞ്ഞാൽ അവർ പോയം ഈസ് ഓൾ അബൌട്ട്. പുള്ളിക്കാരൻ ഈ കുന്നിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് സൺറൈസ് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി ആൻഡ് ഈസ് ഒബ്സർവിംഗ് ദ നേച്ചർ. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പോയം. ആൻഡ് ദ സൺ റൈസസ് ലൈറ്റിംഗ് അപ്പ് ദ സ്കൈ ആൻഡ് മേക്കിംഗ് ദ ഫോറസ്റ്റ് ആൻഡ് വാലീസ് ഗ്ലോ. ഈ സൺറൈസസ് ഉണ്ടായപ്പോ ഇല്ലേ ഈ ആകാശം ഇങ്ങനെ വെളിച്ചത്താൽ മൂടപ്പെട്ടു എന്നാ പറയുന്നത്. വെളിച്ചം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു കിടക്കാണ്. ആൻഡ് മേക്കിംഗ് ദ ഫോറസ്റ്റ് ആൻഡ് വാലീസ് ഗ്ലോ. ഇതിന് തൊട്ട് താഴെയുള്ള ഈ കുന്നിന് തൊട്ട് താഴെയുള്ള ഈ കാടും വാലി അല്ലെങ്കിൽ താഴ്വാരൊക്കെ അതിങ്ങനെ തിളങ്ങാൻ തുടങ്ങി എന്നാ പറയുന്നത്. ജെന്റിൽ വിൻഡ്സ് ബ്ലോ ആഡിങ് ലൈഫ് ടു ദ ബ്രൈറ്റ് സൺലിറ്റ് വാലീസ്. അല്ലെ, ഈ ഒരു സീനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സൺലിറ്റ് വാലി എന്ന് പറയുമ്പോൾ പ്രകാശം ഇങ്ങനെ അതിലിങ്ങനെ പൊതച്ച് കിടക്കുന്ന അല്ലെങ്കിൽ പ്രകാശത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ആ ഒരു വാലി അല്ലെങ്കിൽ താഴ്വാരം, അതിലേക്കൊരു ലൈഫ് കൊണ്ടുവരുന്നത്, ആഡിങ് ലൈഫ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ആക്ച്വലി എ ജെന്റിൽ വിൻഡ് ദാറ്റ് ബ്ലോസ്. അല്ലെ, ഒരു ഇളം കാറ്റാണ് ശരിക്കും പറഞ്ഞാൽ ആ സീനിലേക്ക് ഒരു ലൈഫ് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ക്ലൗഡ്സ് ആർ സീൻ ബിലോ ദ സ്പീക്കർ ഗ്ലോയിങ് ലൈക്ക് ഡിഫീറ്റഡ് വാരിയേഴ്സ് ആഫ്റ്റർ എ ബാറ്റിൽ. ഇവിടെ ഇല്ല, നമ്മൾ സാധാരണ ഈ കൊടൈക്കനാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നല്ല ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ താഴെ ആയിരിക്കും ക്ലൗഡ്സ് ഉള്ളത്. അതുപോലെ തന്നെ സ്പീക്കർ ഒരു ഹില്ലിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ താഴെ അദ്ദേഹം കാണുന്ന ദ ക്ലൗഡ്സ് below the speaker and he is describing that they are like defeated warriors after a battle. ആ ക്ലൗഡ്സിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു യുദ്ധത്തിൽ തോറ്റുപോയിട്ടുള്ള വാറിയേഴ്സ്, പടയാളികളെ പോലെയാണ് അവർ കാണപ്പെട്ടതെന്നാണ് പറയുന്നത്. As the clouds clear, the valley becomes visible, showing a rich, vibrant landscape with forest and rivers. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഈ ക്ലൗഡ്സ് ഒക്കെ ക്ലിയർ ആയതിനു ശേഷം അതിന് താഴെയുള്ള ഒരു ലോകം, അതിന് താഴെയുള്ള വളരെ റിച്ച് ആയ വൈബ്രന്റ് ആയ ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ പ്രകൃതി രമണീയം ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുമെന്നാ പറയുന്നത്. ഈ ഒരു കുന്നിന് താഴെ ഉണ്ടായിരുന്ന ഈ കാടും അതുപോലെ തന്നെ റിവറും പുഴ ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്ന പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഈസ് ഓൾസോ ടോക്സ് അബൌട്ട് പീക്സ് ഓഫ് ദ ഹിൽസ്. ഈ കുന്നിന്റെ കുന്നിന്റെ ഏറ്റവും കൂർത്ത ഭാഗത്തിനാണ് നമ്മൾ അതിന്റെ പീക്ക് എന്ന് പറയുന്നത്. അതിവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പറയുന്നത്, അതിന് പ്രത്യേകം എടുത്ത് കാണാൻ വേണ്ടി പറ്റും. ത്രൂ ദ മിസ്റ്റ് എന്ന് വെച്ചാൽ ആ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ആ ഒരു സീനിലും ഈ ഒരു കുന്നിന്റെ ഏറ്റവും പീക്ക് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് എ ലോൺ ബ്രോക്കൺ പൈൻ ട്രീ റിമെയിൻസ് ഓൺ ദ ക്ലിഫ് എന്ന് പറയുന്ന ഈ പാറക്കൂട്ടങ്ങളുടെ ആ ഒരു ലെഡ്ജാണ്, അതിന്റെ ഒരു ടോപ്പിനെയാണ് നമ്മൾ ക്ലിഫ് എന്ന് പറയുന്നത്. ആ ക്ലിഫിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഒരു പൈൻ ട്രീ. ആ പൈൻ ട്രീ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോൺ ആൻഡ് ബ്രോക്കൺ ആണ്. അല്ലെ, ഒറ്റക്ക് നിൽക്കുന്ന ഒരു പൊട്ടിപ്പൊടിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പകുതിയും ബ്രോക്കൻ ആയി നിൽക്കുന്ന ഒരു പൈൻ ട്രീയെ കുറിച്ചാണ് പിന്നീട് അവിടെ പറയുന്നത്. പിന്നെ ഒരു റിവറിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, ഇപ്പൊ തെളിഞ്ഞു കാണുന്ന ഒരു റിവറിനെ കുറിച്ചാണ് പറയുന്നത്. ദ റിവർ ഫ്ലോസ് ത്രൂ ദ വാലി, സംടൈംസ് ഷെയ്ഡഡ് ബൈ ട്രീസ്, സംടൈംസ് സ്പാർക്ലിംഗ് ഇൻ വാട്ടർഫോൾസ്. നദിയെ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു റിവറിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഈ വാലിയുടെ ത്രൂ ഔട്ട് ആണ്, ഈ ഒരു താഴ്വാരത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിവർ പോകുന്നത്. സംടൈംസ് ഷെയ്ഡഡ് ബൈ ട്രീസ്. അല്ലെ, ഇത് ഡാർക്കൻഡ് ആയിട്ടാണ് ചില സമയത്ത് കാണുന്നത്, ഷെയ്ഡഡ് ആയിട്ടാണ്. ഈ മരങ്ങൾ ഇതിനിങ്ങനെ പൊതിഞ്ഞത് കാരണം ചില സമയത്ത് നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ സംടൈംസ് സ്പാർക്ലിംഗ് ഇൻ വാട്ടർഫോൾസ്. അല്ലെ, ഇത് ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന എന്താ പറയാ വെള്ളച്ചാട്ടങ്ങളായിട്ട് മാറുന്നുണ്ട് ചില സമയത്ത് ഈ നദി. പിന്നെ ബേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബിറ്റേൺ. ഈ ബിറ്റേൺ എന്ന് പറയുന്നത് വളരെ കൂർത്ത ബീക്കുള്ള ഒരു കൈൻഡ് ഓഫ് ബേർഡ് ആണ്. അപ്പൊ ബിറ്റേൺ പോലെയുള്ള പക്ഷികള് ഫ്ലൈ അപ്വേർഡ്സ് ഇൻ ദ മോർണിംഗ് ലൈറ്റ്, ആഡിങ് മൂവ്മെന്റ് ടു ദ പീസ്ഫുൾ സീൻ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സീനാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സെറീൻ ആണെന്ന് പറയാം. സെറീൻ എന്ന് പറയാം, ട്രാൻക്വിൽ എന്ന് പറയാം. ഇത്തരം വേർഡുകൾ വളരെ സമാധാനമുള്ള, വളരെ ശാന്തമായിട്ടുള്ള ഇത്തരം സീനുകളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു സീനിലേക്കല്ലേ ഒരു ബേർഡ് പറന്നു വരുന്നത്, ഒരു ബിറ്റേൺ പോലെയുള്ള കൂർത്ത ബീക്കുള്ള ഒരു ബേർഡ് പറന്നു വരുന്നത്, വിച്ച് ആക്ച്വലി ഹി ഡിസ്ക്രൈബ്സ് ദാറ്റ് ആഡിങ് മൂവ്മെന്റ് ടു ദ പീസ്ഫുൾ സീൻ. ഇതിലേക്ക് ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നത്, ഇതിലേക്ക് ഒരു ലൈഫ് കൊണ്ടുവരുന്നത് ഇത്തരം ബേർഡുകളാണെന്ന് പറയുന്നുണ്ട്. ദ സ്പീക്കർ ഹിയേഴ്സ് സൗണ്ട്സ് ഓഫ് നേച്ചർ. പിന്നീട് അദ്ദേഹം കേൾക്കുന്ന സൗണ്ടുകളെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഫ്ലോയിങ് വാട്ടർ, ബെൽസ് ഫ്രം എ ഡിസ്റ്റന്റ് വില്ലേജ് ആൻഡ് എക്കോസ് ഓഫ് ഹാപ്പി വോയിസസ് ഇൻ ദ ഫോറസ്റ്റ്. അദ്ദേഹം ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, താഴെ കൂടെ വെള്ളം ഒഴുകി പോകുന്നത്, അതുപോലെ തന്നെ ഡിസ്റ്റന്റ് വില്ലേജുകളിൽ, അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ ശബ്ദങ്ങൾ, ബെൽസ് മുഴങ്ങുന്നത്. ആൻഡ് ഓൾസോ എക്കോസ് ഓഫ് ഹാപ്പി വോയിസസ് ഇൻ ദ ഫോറസ്റ്റ്. അവിടെ ഈസ് ഡിസ്ക്രൈബിങ് അബൌട്ട് ദ സൗണ്ട്സ് ഓഫ് ആനിമൽസ്
ഓൾ അതർ ഓർഗാനിസം അതിന്റെ സൗണ്ടുകളെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇറ്റ്സ് ഹാപ്പി വോയിസസ്, സന്തോഷത്തിന്റെ ശബ്ദങ്ങളായിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ഇവിടെ ഒരു ഗൺ ഷോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ഹിൻഡിങ് അറ്റ് ആക്ടിവിറ്റീസ് ഇൻ ദ ഫോറസ്റ്റ് ലൈക്ക് ഹണ്ടിങ്. ഒരു ഗൺ ഷോട്ട് അല്ലെങ്കിൽ വെടിമുഴങ്ങിയ ശബ്ദത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് എന്തിന്റെ ഒരു സൂചന നമുക്ക് തരുന്നത്? an activity like activity in the forest like ഹണ്ടിങ് അല്ലെ, വേട്ടയാടുന്നതിന്റെ ശബ്ദം എന്തോ ആണ് അവിടെ കേട്ടത്, ഒരു വെടി മുഴങ്ങിയ ശബ്ദത്തിനെ കുറിച്ച് അവിടെ പറയുന്നു. ആക്ച്വലി ദ പോയിംസ് എൻഡ്സ് വിത്ത് ആൻ അഡ്വൈസ്, ഒരു ഉപദേശത്തിലാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ഇഫ് യു ഫീൽ സാഡ് ഓർ ഓവർവെൽംഡ് ഗോ ടു നേച്ചർ. നിങ്ങൾ ഭയങ്കര സാഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ഓവർവെൽംഡ്, നമ്മൾ ഒരുപാട് ഇമോഷൻ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോ ടു നേച്ചർ, അവിടെ അതിനുള്ള പരിഹാരം ഉണ്ടെന്നാണ് പറയുന്നത്. നേച്ചേഴ്സ് ബ്യൂട്ടി ആൻഡ് കാംനെസ് വിൽ കംഫർട്ട് ആൻഡ് റിഫ്രഷ് യു. പ്രകൃതിയുടെ ഈ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാംനെസ്, അതിൻ്റെ ഒരു ബ്യൂട്ടി, അത് നിങ്ങളെ റിഫ്രഷ് ചെയ്യും, അത് നിങ്ങൾ ഒന്നും കൂടെ കാമാക്കി തരും എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒരുപാട് ഇൻസ്പിറേഷൻ എടുക്കാനുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോയം. ഇതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന, അവിടെ അദ്ദേഹം കണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. സോ ഇത്രയും പോയിന്റുകൾ നമുക്ക് ഓർത്ത് വെച്ചാൽ തന്നെ ഈ പോയത്തിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇതിൽ ഒരുപാട് ഇമേജറികൾ പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പോയം ഈസ് ഓൾ അബൌട്ട് ലോട്ട് ഓഫ് ഇമേജറീസ്. ഇതിൽ നമ്മൾ കാണുന്ന കാഴ്ചകളായതുകൊണ്ട് ലോട്ട് ഓഫ് ഇമേജറീസ് ആർ ദേർ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഗ്ലോഡ് ദ റിച്ച് വാലി ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ എന്ന് പറയുന്നിടത്ത് നമുക്ക് ഇമേജറി കാണാം. ആ ഒരു വാലി അല്ലെങ്കിൽ താഴ്വാരം അല്ലെങ്കിൽ റിവറിനെ കുറിച്ച് നമുക്കൊരു ഇമേജ് കിട്ടുന്നുണ്ട്. പെർസോണിഫിക്കേഷൻ നമുക്ക് കാണാം. വെൻ ഫോർ ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് കാണാം? പെർസോണിഫിക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ, ഇവിടെ ക്ലൗഡ്സിനെ ഡിഫീറ്റഡ് സോൾജിയേഴ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ഇനി എൻജാംബന്റ് നിങ്ങൾ നോക്കണ്ട, ഇവിടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ഈ ക്ലൗഡ്സിനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് അതിങ്ങനെ ബാത്ത് ഇൻ ലൈറ്റ്, വെളിച്ചത്തിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലൈക്ക് they gathered like host in battle overthrown, ഈ ഒരു യുദ്ധത്തിൽ തോറ്റുപോയിട്ടുള്ള ഡിഫീറ്റഡ് വാരിയേഴ്സ് ആയിട്ടും അവർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഒപ്പോസിങ് ഐഡിയാസ് ആണ്, രണ്ടും ഒപ്പോസിങ് ഐഡിയാസ് ആണ്, വെളിച്ചത്തിൽ മുങ്ങി കിടക്കുന്നതും തോൽക്കപ്പെട്ട പടയാളികളും. ഇത് ഇസ് an example for contrast. ഹെവൻസ് വൈഡ് ആർച്ച് വാസ് ഗ്ലോറിയസ്, ഈ ഒരു സീന് വിശേഷിപ്പിക്കുന്ന സമയത്ത് സ്വർഗ കവാടം എന്നിവിടെ പറയുന്നുണ്ട്. ദിസ് ഇസ് an exaggerated, slightly an exaggerated effect which is an example for hyperbole. പിന്നെ സിമിലി ഇവിടെ പറയുന്നുണ്ട്. ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ തോൺ. ഷോൺ ലൈക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്തല്ലേ, കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് യൂസ് ചെയ്താൽ നമ്മളത് സിമിലി ആണെന്നാണ് പറയാം. ഇവിടെ ബ്ലാസ്റ്റഡ് ബെയർ, ബി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫെയിൻറ്റ് ഫാർ എന്ന് പറയുന്നിടത്തും എഫ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കൺസണൻസ് സൗണ്ട്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് an example for alliteration. ഓക്കെ, ഇവിടെ അവസാനത്തിലേക്ക് ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വേഴ്സ് എന്ന് പറയുന്നിടത്ത് നേച്ചറിന്റെ ഒരു സിമ്പിൾ, നേച്ചറിന്റെ സമാധാനത്തിനെ കുറിച്ചും അത് റെന്യൂവൽ ചെയ്യുന്ന അല്ലെങ്കിൽ റെജുവിനേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു എഫക്റ്റിനെ കുറിച്ചും സിംബലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിംബോളിസം. പിന്നെ ഈ ഒരു പോയത്തിന്റെ ഓവറോൾ ടോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദി ഓവറോൾ റെവറൻസ് ആൻഡ് ഓവ് ഫോർ നേച്ചർ. റെവറൻസ് എന്ന് വെച്ചാൽ വിശുദ്ധി എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഓവ് എന്ന് പറയുന്ന ഒരു വണ്ടർ ആണ്, ഇതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടിയിലുള്ള ഒരു വണ്ടറിനെ കുറിച്ച് പറയുന്നതാണ് ഇതിന്റെ ഒരു ഓവറോൾ ടോൺ എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിന്റെ ഒരു ഓവറോൾ മൂഡ് ട്രാൻക്വിൽ ആൻഡ് റിഫ്ലക്റ്റീവ് ആണ്. ട്രാൻക്വിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അറ്റ്മോസ്റ്റ് പീസ്. അറ്റ്മോസ്റ്റ് എന്ന് വെച്ചാൽ വളരെയധികം സമാധാനമുള്ള ഒരു സീനറിയാണ് നമ്മൾ ട്രാൻക്വിലിറ്റി അല്ലെങ്കിൽ ട്രാൻക്വിൽ ആണെന്ന് പറയാം. വേറൊരു വേർഡാണ് സെറീൻ എന്നും നമുക്ക് പറയാം, സെറീനിറ്റി എന്നും പറയാം, സെറീനിറ്റി എന്നും നമുക്ക് പറയാം. റിഫ്ലക്റ്റീവ് ആണല്ലേ, ഈ സ്പീക്കറിന്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതും കൂടിയാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പോയം ടീച്ചേഴ്സ് us that nature has the power to comfort and heal. അതിനെ കുറിച്ചാണ് ആക്ച്വലി നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് us feel better when life is hard. ഇതിലൊരു അഡ്വൈസിലാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ലൈഫ് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഗോ ടു നേച്ചർ, അതിൽ ഒരുപാട് പരിഹാരങ്ങൾ നേച്ചറിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഡിസ്ക്രൈബ്സ് ഹൗ പീസ്ഫുൾ ആൻഡ് പ്യുവർ നേച്ചർ ഈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു റെവറൻസ് എന്നുള്ള വേർഡ് അതിൻ്റെ ഒരു വിശുദ്ധിയാണ് കാണിച്ചു തരുന്നത്. ആൻഡ് ഗിവ് us ഹോപ്പ് ആൻഡ് മേക്ക് അവർ ഹാർട്ട് ഫീൽ കാം. നമ്മുടെ മനസ്സിന് ഒരുപാട് കാം ആക്കാനും നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ക്യാൻ റിഫ്രഷ് ആൻഡ് ഇൻസ്പയർ us. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പോയത്തിലുള്ള ഈ ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഈ ഒരു സമ്മറി പ്ലസ് ഇതിന്റെ പോയറ്റിക് ഡിവൈസുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.